ഇന്ന് നമുക്ക് ഒരു സ്നാക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. മുട്ടയും റവയെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അടിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് മുട്ടയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പും ഏലക്കാപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണിത്. ഇനി ഒരു റവ നമുക്ക് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഈ ഒരു മുട്ടയും റവയും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർക്കുന്ന സമയത്ത് 1/4 കപ്പായിട്ട് ചേർത്താൽ മതി. ഒന്നിച്ച് ചേർക്കരുത്. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ ഒന്ന് തിക്കായി വരുന്നത് വരെ നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മൊത്തത്തിൽ 1/4 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാറ്റർ കുറച്ചുകൂടി ലൂസായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ കുറച്ചധികം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മൈദ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക. എന്നാൽ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്താൽ നമ്മുടെ ഒരു സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കട്ടിയുള്ളൊരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ഇങ്ങനെ മുറിഞ്ഞ് വരണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീയിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അതേസമയത്ത് ഒട്ടും തന്നെ എണ്ണ ചൂടില്ലാതെയും ഫ്രൈ ചെയ്തെടുക്കരുത്. എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി വരും, പക്ഷെ ഉൾഭാഗം വെന്ത് വരില്ല. കാരണം റവ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്യണം. ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയും അതേപോലെ കളറെല്ലാം മാറി വരികയും ചെയ്യും, പക്ഷെ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ മാവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.